ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ഒരു മിനി വ്ളോഗാണ്. വിബിയേട്ടന് മെൻസ് ഡേ സ്പെഷ്യലായിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കണമെന്ന് കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു. അത് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. യൂഷ്വലി നമ്മൾ ബർത്ത്ഡേയും ആനിവേഴ്സറിയും ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് മെൻസ് ഡേയുടെ അന്ന് ഒരു ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ളൊരു തോട്ട് വന്നത്. പിന്നെ ഇടയ്ക്കൊക്കെ അവർക്ക് എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ മേടിച്ചു കൊടുക്കാൻ നമുക്കൊരു ഹാപ്പി മൊമെൻ്റ് ആണല്ലോ. അപ്പോൾ നമ്മൾ അതിനായിട്ട് പോകുന്നത് ഇപ്പോൾ ഔട്ട്ലെറ്റ് മോളിലേക്കാണ്. സിലിക്കൺ ഒയാസിസിലാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. ഈ ഔട്ട്ലെറ്റ് മാൾ എന്ന് പറഞ്ഞാൽ ഈ മിഡിൽ ക്ലാസ് ആൾക്കാർക്കൊക്കെ ഷോപ്പിങ്ങിനൊക്കെ പറ്റിയ ഒരു മോളാണ്. ചെറിയൊരു ഓഫറിൽ നമുക്ക് നല്ല ബ്രാൻഡഡ് ഐറ്റംസൊക്കെ കിട്ടും ഇവിടെ. ഫസ്റ്റ് ഞങ്ങൾ പോയത് ന്യൂ ബാലൻസിൻ്റെ ഷോപ്പിലേക്കാണ്. അവിടെ ഒരുപാട് കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ കളറും സൈസും ഒക്കെ നോക്കുമ്പോൾ അത് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടിയില്ല. പിന്നെ വിബിയേട്ടന് ചില പാറ്റേൺസൊക്കെ കറക്റ്റ് ആവശ്യമുണ്ട് ഷൂ ഒക്കെ സെലക്ട് ചെയ്യുന്ന ടൈമിൽ. കുറച്ചധികം സമയം നടക്കാനും ക്ലാസ് എടുക്കുമ്പോഴും ജിമ്മിന് പോകുമ്പോഴും ഒക്കെ യൂസ് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ മൾട്ടി പർപ്പസിന് ആൾക്ക് കംഫർട്ടായ ഷൂ മാത്രമേ ചൂസ് ചെയ്യാറുള്ളൂ. അണ്ടർ ആർമർ, ന്യൂ ബാലൻസ് ഇങ്ങനെയുള്ള ചുരുക്കം ചില ബ്രാൻഡുകൾ മാത്രമേ വിബിയേട്ടൻ്റെ കാലിന് സ്യൂട്ടാവുള്ളൂ. ആക്ച്വലി എല്ലാവരുടെയും കാര്യം ഇങ്ങനെയൊക്കെ തന്നെയാണ്. എല്ലാവർക്കും എല്ലാ ബ്രാൻഡും സ്യൂട്ടാവുന്നൊന്നുമില്ല. എനിക്കും ഇതിനെപ്പറ്റി ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ന്യൂ ബാലൻസിൻ്റെ ഒരു ഷൂ മേടിച്ച് യൂസ് ചെയ്തപ്പോൾ എനിക്കിത് മനസ്സിലായത്. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിയിലാണ് ഈ ഷോപ്പ് കണ്ടത്. ഇവിടെ നല്ല അട്രാക്റ്റീവായിട്ട് നമ്മുടെ ചെരുപ്പും ബാഗൊക്കെ ഇങ്ങനെ ഷോക്കേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗ്രീൻ, ഓറഞ്ച്, പർപ്പിള് ഈ കളേഴ്സൊക്കെ ഡ്രസ്സിനൊക്കെ മാച്ച് ചെയ്ത് മേടിക്കുകയാണെങ്കിൽ ഓക്കെയാണ്. പക്ഷേ ഷോപ്പിലധികം തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഇങ്ങനെ നടന്ന് കാണാനാണെങ്കിൽ ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ. പിന്നെ ഇന്നധികം തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ. അങ്ങനെ ഞങ്ങൾ കുറേ നടന്നിട്ട് ഒരുപാട് ഷോപ്പിൽ കയറി കേട്ടോ. അത് ഞങ്ങൾ പോയ സെക്കൻഡ് ഷോപ്പാണ്. കുറേ ചൈനീസ് ബ്രാൻഡും കാര്യങ്ങളൊക്കെ ഞങ്ങളിവിടെ കണ്ടു. പിന്നെ നമ്മളുടെ നോർമലായിട്ടുള്ള ബ്രാൻഡുള്ള ഷൂസിനൊക്കെ ഇവിടെ ഭയങ്കര ഹൈ പ്രൈസാണ് ഇട്ടിരിക്കുന്നത്. അതെന്താണെന്നറിയില്ല. ഞങ്ങൾ ഒട്ടുമിക്ക എല്ലാ ഷോപ്പിലും കയറി ഇറങ്ങിയിട്ടാണ്. എന്നിട്ട് നമ്മൾ അത് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. വിവേട്ടൻ അതൊന്ന് വാക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. പക്ഷേ ആൾക്ക് ഇഷ്ടപ്പെട്ടതും അതുപോലെ കംഫർട്ടായിട്ട് ഫീൽ ചെയ്യണമൊന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല. ഇപ്പോഴൊക്കെ ഞാനും ഒരു ഷൂ മേടിച്ചാലോ എന്നുള്ളൊരു പ്ലാനിലാണ്. കാരണം കുറേ ഷൂ കണ്ടപ്പോൾ എനിക്കും മേടിക്കണം എന്നുള്ളൊരാഗ്രഹം. ഇപ്പോൾ നമ്മളുള്ളത് പൂമട ഷോപ്പിലാണ്. ഇവിടെ ഒരുപാട് ന്യൂ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡൽസൊക്കെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ പ്രൈസ് ഭയങ്കര ഹൈ പ്രൈസായിരുന്നു. ഇതൊക്കെ കുറേ ഫങ്ഷൻസ് ഉള്ള ഷൂസാണ്. അതുപോലെ കാലിലൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർക്കുള്ള ഷൂ അങ്ങനെയൊക്കെ കുറേ ഇവർ പറഞ്ഞു കേട്ടോ. കളക്ഷൻ ഇല്ലാഞ്ഞിട്ടല്ല കേട്ടോ, കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ട സംഭവം കണ്ടില്ല, അത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ലാസ്റ്റ് പോകുന്ന ഷോപ്പ് അണ്ടർ ആർമറിൻ്റെ ഷോപ്പാണ്. അപ്പോൾ ഇവിടെ നിന്ന് ആൾക്ക് ഓൾമോസ്റ്റ് ഒരു ഇഷ്ടപ്പെട്ട ഷൂ കണ്ടു. അപ്പോൾ അത് ജസ്റ്റ് ഇട്ട് നോക്കുകയാണ്. അവിടെ എത്തിയപ്പോൾ തന്നെ ആൾ ഹാപ്പി ആയി. ഈ 2 ഷൂ ആൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേതെങ്കിലും ഒന്നെടുക്കണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ഇട്ട് നോക്കിയിട്ട് നമ്മൾ ജസ്റ്റ് നോക്കുകയാണ് എങ്ങനെയാണ്, ഓക്കെ ആണോ എന്നൊക്കെ. അപ്പോൾ ഇതാണ് ആൾക്ക് ഇഷ്ടപ്പെട്ട ഷൂ. ഇതേ കളറിൽ വേറൊരു ഷൂ നോക്കി വെച്ചിട്ടുണ്ട് ഞങ്ങൾ. പിന്നെ ഇതൊരു മൾട്ടി പർപ്പസ് ഷൂ ആണ്. ഇത് സ്പോർട്സ് ഷൂ കം ബൈക്കേഴ്സ് ഷൂ ആണ്. ഇതിനൊരു സംഭവം അറ്റാച്ച് ചെയ്ത് വെക്കാനുണ്ട്. ആൾ നല്ല ഹാപ്പിയാണ്. വിചാരിച്ച പോലത്തെ ഷൂ തന്നെ കിട്ടി. പിന്നെ ആ ടൈമിൽ ഞങ്ങൾ ജസ്റ്റ് ചെറുതായിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കി. ഇവിടെ അങ്ങനെ നല്ല മോഡൽസും കാര്യങ്ങളും കളക്ഷനൊന്നും ഇല്ല കേട്ടോ ഡ്രസ്സിനൊന്നും. ഇതിനൊക്കെ ഒരുപാട് ഓഫറൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ ഔട്ട് ഓഫ് മോഡലാണ് തോന്നുന്നു. അതുകൊണ്ട് അധികം കളക്ഷനും കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് നല്ല ബെസ്റ്റ് പ്രൈസിന് തന്നെ ഷൂ ഒക്കെ കിട്ടി. ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ബൈ, സീ യു നെക്സ്റ്റ് ടൈം.